അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സന്ദേശം ഈ പകൽക്കാലം ബഹുമാനി കർത്തദാസന് കൃപയാലോ നൽകപ്പെട്ട സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിലപ്പെട്ടതായ ഒരു സന്ദേശം ബഹുമാനി കർത്തദാസന്റെ ധാരാളം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഡോക്ടർ സണ്ണി അവരുകൾ പ്രിയ ജോയ്സിൻ്റെ കുടുംബത്തിലെ അംഗമാണ്, പ്രിയ പിതാവിൻ്റെ സഹോദരനാണ്. തുടർന്ന് ബഹുമാന്യ കർത്തദാസൻ ദൈവനെ സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കും. പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം. ബഹുമാന്യരും ആദരണീയരുമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, വധുവിൻ്റെ ബന്ധുമിത്രാദികൾ, സഭക്കാർ, ചാർച്ചക്കാർ, വരൻ്റെ ബന്ധുമിത്രാദികൾ, സഭക്കാർ, ചാർച്ചക്കാർ, ഇവിടെ അസംബിൾഡായിരിക്കുന്ന സമൂഹത്തിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം. I also realize that a group of people, more than 15, are here unable to speak Malayalam. They have come from Haryana and Delhi region, where they are living. They are close friends of our beloved Joyce. I appreciate your listening and participation. Whatever you understand, please understand. Remaining portion, you keep it in mind. Later you will understand it. ഞാൻ ഇന്നത്തെ വധുവിൻ്റെ പിതാവ് ജോയിയുടെ പെറ്റേണൽ ബ്രദറാണ്. എൻ്റെ അനുജനാണ് പാസ്റ്റർ കെ ജോയി. പാസ്റ്റർ കെ ജോയിയും സുജിയും കർത്താവിൻ്റെ വേലയിലായിട്ട് ദീർഘവർഷങ്ങളായി. 2013 പുതുപ്പടൽപ്പ് വെച്ച് പ്രിയ ഐസക് പാസ്റ്റർ ആരംഭിച്ച പ്രവർത്തനത്തിന് പങ്കുകാരാകുകയും ആ സഭയിൽ ആരാധനയ്ക്ക് കൂടുകയും പുതുപ്പടപ്പിൽ നിന്ന് അതകമണിലേക്ക് മാറ്റുകയും ബേതേൽ IPC ചർച്ച് എന്ന പ്രവർത്തനം അവിടെ ശക്തിപ്പെടുകയും ചെയ്യുന്നതിന് എൻ്റെ സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും പങ്ക് അഭിനന്ദനാർഹമാണ്. അപ്പോൾ തന്നെ പ്രിയ ഷെറിൻ, പഞ്ചാബിൽ ഷെറിൻ്റെ പേരൻസ് ജീസസ് സേവിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയ ബ്രദർ സജിയും മിനിയും, അവരും അവിടെയുള്ള ദൈവസഭയ്ക്ക് അനുഗ്രഹമായിരിക്കുന്നു. ഇന്ന് വിവാഹ ശുശ്രൂഷ നടത്തുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. പാസ്റ്റർ ഡാനിയേൽ കൊന്നു നിൽക്കുന്നതിൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ശക്തിയായി നിൽക്കുന്ന ഒരു ലീഡറാണ് കേരളത്തിൽ. പാസ്റ്റർ രാജനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കരിപ്ര സഭയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വന്ദനം. അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ഷാജിക്ക് അവരുകൾക്കും വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് വിവിധ സ്ഥലത്ത് നിന്ന്, പ്രത്യേകിച്ച് US നിന്ന് രാജു, ഷീജ, പാസ്റ്റർ ഡാനിയേൽ, ഇവർ ഷെറിൻ്റെ കല്യാണത്തിന് വേണ്ടി മാത്രം വന്നതാണ്. They spend a lot of time, they spend a lot of money, they spend a lot of holidays to be with Sharon's marriage. അങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വിലയും സമയവും ദിവസങ്ങളും കൊടുത്ത് കടന്നു വരുന്നവരെ വിശേഷാൽ ഞാൻ അഭിനന്ദിക്കുകയും അവർ കാണിച്ച മൂല്യങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ സന്തോഷമുള്ളവനാണ്. ഇന്നത്തെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് അവർ രണ്ടുപേരുമാണ്. അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ബയോടെക്നോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റാണ് ഷെറിൻ. IT ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന, BTech കഴിഞ്ഞ് സ്പെഷ്യലൈസ്ഡ് CSE കോഴ്സ് പാസ്സായി നന്നായി നല്ല സാലറിയോട് വർക്ക് ചെയ്യുന്ന മകനാണ് ജോയിസ്. അവരുടെ ടോൾനെസ്, അവരുടെ ബോഡി സ്റ്റേച്ചർ, അവരുടെ നീളം, അവരുടെ വണ്ണം, അവരുടെ ഫിസിക്കൽ സ്ട്രക്ചർ തന്നെ ഒരു യൂണിഫോമിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്നറിയാമോ? ചില കല്യാണങ്ങളിൽ ചെറുക്കന് 7 അടി പൊക്കമുണ്ട്, പെണ്ണിന് 3.5 അടി പൊക്കേ ഉള്ളൂ. മാച്ചിങ് ഇല്ലെന്ന് നമുക്ക് തോന്നിപ്പോവാം, പക്ഷെ മാച്ചിങ് ഉള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്നറിയാമോ? 1, ഒരു ഫിസിക്കൽ യൂണിഫോമിറ്റി വേണം. 2, ഒരു സ്പിരിച്വൽ യൂണിഫോമിറ്റി വേണം. 3, എഡ്യൂക്കേഷണൽ യൂണിഫോമിറ്റി വേണം. വിദ്യാഭ്യാസപരമായും ശാരീരിക ഘടനയിലും
വിശ്വാസ പ്രമാണങ്ങൾ സംബന്ധിച്ചും പരസ്പരം ഒരു പൊരുത്തമുണ്ടെങ്കിൽ വിവാഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ ശ്രദ്ധിച്ച് വിവാഹങ്ങൾ ആലോചിക്കുകയും നടത്തുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ഇനി വിവാഹം എന്തല്ല, എന്താണ് എന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വിവാഹം ഒരു ഗോസിപ്പ് ഗെയിമല്ല. ഗോസിപ്പ് ഗെയിം ആയിരുന്നുവെങ്കിൽ അതിൽ ഫിസിക്കൽ പ്ലഷറിന് മാത്രമേ സ്ഥാനം കാണുകയുള്ളൂ. പിന്നെ വിവാഹം സംതിങ് എൽസാണ്. അത് ഒരു ഉടമ്പടിയിലൂടെ ജീവിത പങ്കാളിയായി ചേരുന്ന ഒരനുഭവമാണ് വിവാഹം. അതുകൊണ്ട് ഭർത്താവിൻ്റെ ഭാര്യയുടെ സൗന്ദര്യം പ്രശ്നമല്ല, ഭർത്താവിൻ്റെ ഭാര്യയുടെ ബാക്ക്ഗ്രൗണ്ട് പ്രശ്നമല്ല. കാര്യം ഇത് ഒരു ഗോസിപ്പ് പർപ്പസിനല്ല. പിന്നെ വിവാഹം എന്തിനാണ്? ഒരു ഗെയിം കളിക്കാനുള്ള കാര്യത്തിനല്ല വിവാഹം. പിന്നെ ഒരു പങ്കാളിയുടെ മേധാവിത്വം മറ്റൊരു പങ്കാളിയെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല വിവാഹം. പിന്നെ ഒരു റോക്കറ്റ് നമ്മൾ വിടുന്നത് പോലെ ഒറ്റ ദിശയിലേക്ക് ഒരേ സ്പീഡിൽ ഓട്ടോമാറ്റിക്കായി പോകുന്ന ഒരു ജീവിതശൈലിയെ പരിരക്ഷിച്ചെടുക്കുവാനുള്ളതല്ല വിവാഹം. വിവാഹം നമ്മളുടെ വാഹനങ്ങൾ റിപ്പയർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് പോലെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി റിപ്പയർ ചെയ്യുവാനുള്ള ഒരു ഫിനോമിനൻ അല്ല വിവാഹം. പിന്നെ എന്താണ് വിവാഹം? വാട്ട് ഐ ഹാവ് ബീൻ ടെല്ലിംഗ് ഈസ് ദാറ്റ് marriage is not a game to play between two guys. It is not a dictatorial kind of relationship between partners, and also it is not a rocket science by which automatic life will be embarked and it will be continued. And also I have said marriage is not something a workshop where everything can be repaired and repaired, but it is something different. What is the meaning of Christian marriage? ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഉടമ്പടിയുടെ വിവാഹമാണ്. അതിനാധാരമായി ദൈവത്തിൻ്റെ ദാസൻ വായിച്ചതുപോലെ ഞാനും ബൈബിളിൽ നിന്ന് 2 ഭാഗം വായിച്ച് പെട്ടെന്ന് എനിക്ക് ലഭിക്കപ്പെട്ട സമയപരിധിയിൽ തന്നെ ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് മർക്കോസിൻ്റെ സുവിശേഷം 10-6-7 വാക്യങ്ങളും 1 Corinthians chapter 13 verse 4 and 7 ഈ 2 വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മർക്കോസ് 10:6-7. സൃഷ്ടിയുടെ ആരംഭത്തിലോ ദൈവം ഒരു ആണും പെണ്ണുമായി ഉണ്ടാക്കി, അതുകൊണ്ട് മനുഷ്യൻ അപ്പയെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ 2 അല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. സൃഷ്ടിയുടെ ആരംഭം, ഇൻ ദ ബിഗിനിങ് ഓഫ് ക്രിയേഷൻ, വാട്ട് വാസ് ദ ഇൻറ്റൻഷൻ ഓഫ് ഗാഡ് ബൈ മേക്കിംഗ് ഫാമിലി? മോസ്റ്റ് ഹോളി ഫാമിലി വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഗാർഡൻ ഓഫ് ഏഡൻ വിത്ത് ആബ്സല്യൂട്ട് പ്യൂരിറ്റി ആൻഡ് ഹോളിനെസ് ആൻഡ് സേക്രഡ്നെസ്. പരിശുദ്ധിയുടെയും വിശുദ്ധിയുടെയും പശ്ചാത്തലത്തിൽ ഏദൻ തോട്ടത്തിൽ, ഏദൻ പൂങ്കാവനത്തിൽ അത്യുന്നതനായ ദൈവം, ക്രിയേറ്റർ ഗാഡ് ഹിംസെൽഫ്, contributed or established a family so that a holy family life will be possible. അതുല്യവും അദൃശ്യമായ ദൈവം സൃഷ്ടിപ്പിൽ തന്നെ ദിവ്യനായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പരിശുദ്ധിയുടെ കുടുംബം ഭൂമിയിൽ നിലനിൽക്കേണ്ടതിന് സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അല്ലായിരുന്നെങ്കിൽ ആണും പെണ്ണുമായി സൃഷ്ടിക്കണ്ടായിരുന്നു. ദൈവം എന്തുകൊണ്ട് ആണും പെണ്ണുമായി സൃഷ്ടിച്ചു? കുടുംബം ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. മാരേജ് ഈസ് ബേസ്ഡ് ഓൺ ലവ്, ഡീപ്പസ്റ്റ് ലവ്, നോട്ട് പെരിഫറൽ ലവ്. ഉപരിതലത്തിൽ നിന്ന് കണ്ണിനെയും മനസ്സിനെയും ആശ്വസിപ്പിക്കുന്ന ഒരു സ്നേഹമല്ല, ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് വിവാഹം. ആ വിവാഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 2-3 വാക്യങ്ങൾ ഫോർ ദി അറ്റൻഷൻ ഓഫ് ദ പബ്ലിക് ഐ ജസ്റ്റ് വാണ്ടഡ് ടു റീഡ് ഇറ്റ് ഔട്ട്. ഞാൻ വായിക്കുന്നു.
വിവാഹം സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, പിന്നെ ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. ലവ് ഹാസ് എ ലോട്ട് ഓഫ് ക്വാളിറ്റീസ്. വിവാഹം ഉടമ്പടിയിലൂടെയാണ്. ഉഭയസമ്മതം കൊണ്ട് ഉടമ്പടി ചെയ്ത് കുടുംബമായി തീരുവാൻ ആഗ്രഹിക്കുന്ന ഇവരുടെ കയറങ്ങളിൽ ഇന്ന് ഞങ്ങൾ മോതിരമിടുന്നില്ല, അവരുടെ കഴുത്തിൽ ഞങ്ങൾ താലി കെട്ടുന്നില്ല. അവർക്ക് എക്സ്റ്റേണലായ കർമാനുഷ്ഠാനങ്ങളൊന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ ദാസൻ ഉഭയസമ്മതം ഒരു കവനൻ്റൽ വേർഡ്സ് സ്പെല്ലൗട്ട് ചെയ്യും. ആ കവനൻ്റൽ വേർഡ്സ് അവർ സ്പെല്ലൗട്ട് ചെയ്യുന്ന വാക്കുകൾ അവർ ഏറ്റുപറയും. ആ ഏറ്റുപറയുന്ന വാക്കുകൊണ്ട് അദൃശ്യനായ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് അവരെ സംയോജിപ്പിക്കുന്ന ഒരു എക്സർസൈസാണ്, കാർമ്മിക ശുശ്രൂഷയാണ് ക്രിസ്ത്യൻ മാരേജ്. എക്സ്റ്റേണലായ ബാഹ്യമായ യാതൊന്നിനാലും ബന്ധിക്കപ്പെട്ടാൽ ബാഹ്യമായി ബന്ധിക്കപ്പെട്ടതൊക്കെ പൊട്ടിപ്പോകുമ്പോൾ അവർക്ക് കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അദൃശ്യനായ ദൈവത്തിൻ്റെ നിത്യമായ നിയമത്താലും മനുഷ്യൻ്റെ മനസാക്ഷി ഏറ്റവും വലിയ നീതിന്യായ കോടതി പോലെ നിലനിൽക്കുന്നത് കൊണ്ട് മനുഷ്യൻ്റെ മനസാക്ഷിയിൽ നിന്നുകൊണ്ട് സ്പെല്ലൗട്ട് ചെയ്യുന്ന ദൈവത്തോട് പ്ലെഡ്ജ് ഏറ്റെടുത്തുകൊണ്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് പൊതുസഭയെയും ദൈവദാസന്മാരെ ഏഞ്ചലിക് വേൾഡിനെയും സാക്ഷി നിർത്തിക്കൊണ്ടെടുക്കുന്നതിൻ്റെ പേരാണ് കവനൻ്റൽ മാരേജ്, ഉടമ്പടി വിവാഹം. അങ്ങനെയുള്ള ഒരു ഉടമ്പടി വിവാഹത്തിലേക്കാണ് ഇന്ന് പ്രിയ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്നത്. അതിൻ്റെ വിറ്റ്നസ്സാണ് നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് മാരേജ് അതിൻ്റെ പവിത്രതയിൽ കാണേണ്ടതാണ്. ഇനി നമ്മളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയോടെ ക്ലിയർ ചെയ്ത് ഞാനിരിക്കാം. നമ്മളുടെ ഇടയിൽ നിങ്ങൾ മാരേജ് പ്രസംഗങ്ങൾ രണ്ടാമതിട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം, വിവാഹ ജീവിതം, ഈ വേർഡ്സ് നമ്മുടെ ആളുകൾ ചുമ്മാ ഉപയോഗിക്കും. ചുമ്മാ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അർത്ഥതലങ്ങളിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ കൺഫ്യൂസ്ഡ് ആയി പോകും. ഐ വാണ്ടഡ് ടു മേക്ക് എ ക്ലിയർ ബൈഫർക്കേഷൻ, ബിക്കോസ് അല്ല എങ്കിൽ മാതാപിതാക്കളും സഹോദരങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടവരായി പോകും. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്, ലിസൺ മീ വെരി കെയർഫുള്ളി, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അവർ രണ്ടിൻ്റെ മോണോപ്പൊളിയാണ്. There won't be any third person to make a cricket, to make a wicket. അതിൽ ജൂനിയർ സീനിയർ ആണെന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യാൻ ആരും പോകാൻ പാടില്ല. ഞാൻ പേരൻ്റൽ, പെറ്റേണൽ, മെറ്റേണൽ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ് ആരും ഇടപെടാൻ പാടില്ല. ആരും നിയന്ത്രിക്കരുത്. അവരെ ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ വിടുന്നു. അവരുടെ അനുരാഗത്തിൽ നിന്ന് ഫുൾഫില്ലാകുന്നതാണ് എന്ത്, പേരൻസോ മറ്റാളുകളോ ആരും ഇല്ലാതെ അവർ തങ്ങളുള്ള സ്നേഹത്തിൽ നിന്ന്, അനുരാഗത്തിൽ നിന്ന് അവർ ഒരു റിലേഷൻഷിപ്പ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ആ കൺസ്ട്രക്ഷനിൽ പേരാണ് ദാമ്പത്യ ജീവിതം. അതിൽ നമ്മൾക്കാർക്കും ഇടപെടാൻ പാടില്ല. പീപ്പിൾ കോമൺലി ദേ വോണ്ട് ബൈഫർക്കേറ്റ് ദ മീനിങ് ഡിഫറൻസ്. ദാമ്പത്യ ജീവിതത്തിൽ തേർഡ് പേഴ്സൺ പ്രവേശിക്കരുത്. പ്രവേശിച്ചാൽ അത് പൊളിയും. പിന്നെ ഏതില്ല നിങ്ങൾക്കും എനിക്കും പ്രവേശിക്കാൻ തരുന്ന സ്പേസ് കുടുംബജീവിതം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഉൾപ്പെടും. കുട്ടികൾ ഉൾപ്പെടും, സിബ്ലിങ്സ്, പേരൻസ്, ഗ്രാൻഡ് പേരൻസ്, പ്രാപ്തരാക്കി എംപവർ ചെയ്ത പാസ്റ്റേഴ്സ്, റിലേറ്റീവ്സ്, ഇവരെല്ലാം ഉൾപ്പെടുത്തിയതില്ല കുടുംബജീവിതത്തിൽ. കുടുംബജീവിതത്തെക്കുറിച്ച് നമുക്കെല്ലാം ഇടപെടാം, നമുക്കെല്ലാം അഡ്വൈസ് ചെയ്യാം. കുടുംബജീവിതത്തിൻ്റെ മെച്യൂരിറ്റി, കുടുംബജീവിതത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, കുടുംബജീവിതത്തിൽ പേരൻസിനോടും ഗ്രാൻഡ് പേരൻസിനോടും റിലേറ്റീവ്സിനോടും സിബ്ലിങ്സിനോടുള്ള ഉത്തരവാദിത്വം, അത് മോക്കും മോനും ഷെറിനും അതുപോലെ തന്നെ ജോയിസിനും കുടുംബജീവിതത്തെക്കുറിച്ച് നമുക്കെല്ലാം ഇടപെടാം. പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ ആരും കൈകൾ കടത്തരുത്. ഇനി മൂന്നാമതൊരു ജീവിതമുണ്ട്, വിവാഹ ജീവിതം. അല്ലെങ്കിൽ ഒറ്റയാൻ ലൈഫല്ല, സിംഗിൾനെസ് അല്ല, പ്ലൂറിഫോം ഓഫ് ലൈഫ്, രണ്ടുപേരും ചേർന്ന് ടുഗദർ ലൈഫ്. ഇതിനകത്ത് എന്തെല്ലാം ഉൾപ്പെടും? ഇതിനകത്ത് ദാമ്പത്യം ഉൾപ്പെടും, പങ്കാളിത്തം ഉൾപ്പെടും, കുടുംബജീവിതം ഉൾപ്പെടും. ഇതൊരു വലിയ സർക്കിളാണ്. വിവാഹ ജീവിതം ഒരു വലിയ സർക്കിളാണ്. അതുകൊണ്ടാണല്ലോ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിവസം ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ഇവിടെ വന്നത്.
എൻഗേജ്മെൻറ്റിനും ഇതുപോലൊരു വലിയ കമ്മ്യൂണിറ്റി വന്നല്ലോ. കാര്യം എന്താണെന്നറിയാം, വിവാഹ ജീവിതത്തിന് വിറ്റ്നസ് വേണം, വിവാഹ ജീവിതത്തിന് വലിയ കമ്മ്യൂണിറ്റി വേണം. അതുകൊണ്ട് ഇതൊരു വലിയ സർക്കിളാണ്. അത് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ബിഗ് കമ്മ്യൂണിറ്റിയാണ്. ബിഗ് കമ്മ്യൂണിറ്റി ബീയിങ് അക്കമ്പനീഡ് ടു മേക്ക് ദം ചെരിഷബിൾ ആൻഡ് ഹാപ്പി. അതുകൊണ്ട് പരസ്പരമുള്ള ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്തട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. വേദപുസ്തകത്തിൽ നിന്ന് കുരിശ് എന്ന പദം എടുത്തു മാറ്റിയാൽ രക്ഷ ഇൻകംപ്ലീറ്റാണ്. അതുപോലെ വേദപുസ്തകത്തിൽ നിന്ന് വിവാഹം, കുടുംബം എന്ന പദം എടുത്തു മാറ്റിയാൽ സാൽവേഷൻ ഇൻകംപ്ലീറ്റാണ്. മാനവരാശി ഇവിടെ ഇല്ലാതാകും. വേദപുസ്തകത്തിൽ രക്ഷയ്ക്ക് കുരിശ് എത്ര പ്രാവശ്യം എഴുതിയിരിക്കുന്നുവോ അതുപോലെ ഏറ്റവും പ്രധാനമുള്ളതാണ് ഏത്? വിവാഹം, കുടുംബജീവിതം. വിവാഹവും കുടുംബജീവിതവും വേദപുസ്തകപ്രകാരമുള്ളതാണ്. അതിലേക്ക് പങ്കാളികളാകാൻ ഉടമ്പടി എടുത്ത് മുൻപോട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ആശംസയും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്കെല്ലാം നന്മകളും നേരട്ടെ. Once again I thank you for the brothers and sisters who are assembled, especially from North India. You came in connection with the happiness and joy that you have with the Joyce and Sharon. May God bless you, brothers and sisters. നമ്മളെ ഒരുമിച്ച് ഇവിടെ കൂട്ടിവരുത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിശേഷാൽ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി എൻ്റെ സമയത്തെ പരിമിതിപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.